നേരത്തെ തീരുമാനിച്ചതാണ് പറയാൻ വേണ്ടി. പക്ഷേ ഈ കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ കുറച്ചു നേരം കൊണ്ട് അടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഏജിനാണ് ഞാൻ വന്നത്. എന്നെ ആരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. എന്റെ അവസ്ഥ അതായിരുന്നു ആ സമയത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് പോകുന്നത് ഇന്റർവ്യൂ സമയത്ത്, ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ വന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഇന്നസെന്റ് ആയിട്ടിനെ കൂടി ചെയ്യാൻ വേണ്ടി വെച്ച റോളാണ്. ഇടവേള ബാബുച്ചേട്ടൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ആ കുട്ടി അതിനകത്ത് എന്ത് നല്ല ഇതായിട്ടാണ് നന്നായിട്ടാണ് അഭിനയിക്കുന്നത്. ആ കുട്ടി നേരത്തെ ഉണ്ടായിരുന്നു, ആ കുട്ടി നേരത്തെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 30 ദിവസം റിഹേഴ്സൽ എടുത്തു. അവസാനത്തെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ നോക്കി വേണം വർത്തമാനം പറയാൻ. പക്ഷെ സിറ്റ്കോം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആക്ടിങ് കുറച്ച് രസമാണത്. ആളുകളൊരു വിശ്വാസമില്ല. സിനിമാ നടൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് അല്ലേ. ഇതൊക്കെ പറഞ്ഞു പറഞ്ഞത് എനിക്ക് ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, സുമുഖനല്ല, സുന്ദരനല്ല. ആളുകൾ വന്നതോടുകൂടിയാണ് സിനിമയിലേക്ക് ഒരു മാറ്റം തന്നെ വന്നതെന്നായിരുന്നു. നിർത്തിയ എന്ത് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ യാത്രയിലൂടെ കാണുന്നുണ്ട്. വീട്ടിൽ വന്ന് കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയത്. നാടകത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പറ്റിയതില്ല. സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പൊ സമൂഹം അറിയേണ്ട ചില കാര്യങ്ങൾ സിനിമയിലൂടെ അറിയിക്കാം. നമസ്കാരം, വെൽക്കം ടു ഓൺലുക്കേഴ്സ്. ഇന്ന് എനിക്കൊപ്പം പഞ്ചവത്സര പദ്ധതി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു നിഷ സാരംഗ് ആൻഡ് പി കുഞ്ഞികൃഷ്ണൻ. രണ്ടുപേർക്കും നമസ്കാരം. ഏതിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞേ? ഓൺ ലുക്കേഴ്സിലേക്ക്. ഓൺ ലുക്കേഴ്സ്. ലുക്ക് അസ്. ഓൺ ലുക്കേഴ്സ്. നിർത്തി പറയൂ, എന്നാലല്ലേ ഭാവം വരൂ. ആണോ? മാഷ് തമാശ തുടങ്ങി. അതെ അതെ, ഓക്കെയാണ്, സെറ്റാണ് നമ്മള്. അപ്പോ നമ്മൾ ഈ ട്രെയിലറൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവി ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. കോമഡിയും കുറെ നാടൻ അങ്ങനത്തെ ഒരു വൈബൊക്കെ കിട്ടി. എന്താണ് ശരിക്കും ഈ മൂവി? ത്രില്ലറൊന്നുമല്ല, പൊളിറ്റിക്കൽ, ഒരാക്ഷേപഹാസ്യം. പക്ഷെ നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു സിനിമ. പഞ്ചവത്സര പദ്ധതി കേൾക്കുമ്പോൾ തന്നെ തോന്നില്ല ഒരു വെറൈറ്റി, ഭയങ്കര വെറൈറ്റി. ഒരു പേര് വെറൈറ്റിയാണ്, അതിന്റെ എഴുത്ത് വെറൈറ്റിയാണ്, അതിന്റെ പോസ്റ്റർ ഒരു വെറൈറ്റിയാണ് അല്ലേ? തോന്നില്ലേ? കലംബാസുരൻ ഉണ്ട്, ഭയങ്കര വെറൈറ്റി ആയിട്ട്. അതിന് പ്രധാന കഥാപാത്രമാണ് കലംബാസുരൻ. പ്രധാന കഥാപാത്രം. അതെ അതെ. ഓക്കെ, അതൊരു ഫിക്ഷണൽ ക്യാരക്ടർ പോലെ എനിക്ക് തോന്നി. നായകൻ സിജു വിൽസൺ ആണ്. കലംബാസുരൻ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ലേ? നോക്കാം നമുക്ക്. പറയത്തില്ല, അറിയില്ല മോളെ. മാഷിനോട് ചോദിച്ചാൽ മാഷ് പറയില്ല. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ലക്ഷ്യം ആണല്ലോ, ഒരു ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും പഞ്ചവത്സര പദ്ധതി പറഞ്ഞ ഒരു എയിം എന്തായാലും ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം 5 വത്സരത്തിൽ പൂർത്തീകരിക്കാനല്ലോ നമുക്ക് ആ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനമായിരിക്കും. അപ്പം അതുമായി ഇതിന് ബന്ധമുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ഇതിൽ നല്ലൊരു നാടിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കഥ പറയുന്ന, നാടിന്റെ ആവശ്യത്തിന്, നാട്ടുകാരുടെ ആവശ്യങ്ങളുടെ ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചേച്ചിയുടെ ക്യാരക്ടറിനെ പറ്റി പറയും. അമ്പിളി എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ക്യാരക്ടർ. അമ്മ ക്യാരക്ടർ ആണ്. എന്നാൽ അമ്മയ്ക്കുപരി അമ്മ എന്നുള്ളൊരു ക്യാരക്ടറേ ഇതിനകത്ത് വരുന്നില്ല. ഇടയ്ക്കൊന്ന് വന്നു പോകണമെന്നല്ലാതെ. പക്ഷെ നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ജെന്യൂനായിട്ടുള്ള നല്ലൊരു മെമ്പറാണ്. നാട്ടുകാർക്ക് ആവശ്യമായ കുറേ 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന, നേരായ രീതിയിൽ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും ഈ പറയുന്നത് പോലെ പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതായത് നാളെ ചർച്ചയാകുന്ന ചൂടുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ മൂവിയിൽ പറഞ്ഞു പോകുന്നുണ്ടോ? ചിലപ്പോൾ ആവാം അല്ലേ? ചർച്ച ആവണമല്ലോ. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്റർടൈൻമെന്റ് ആണ് സിനിമ. പക്ഷെ അതേ അവസരത്തിൽ ചില സിനിമകളിൽ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുക, സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പൊ സമൂഹം അറിയേണ്ട ചില കാര്യങ്ങൾ സിനിമയിലൂടെ അറിയിക്കാം അല്ലേ? ഒരു കല എന്ന അർത്ഥത്തിൽ കലയിലൂടെ. പണ്ട് തെരുവ് നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ
തെരുവ് നാടകങ്ങളിലൂടെ ഇല്ലേ പാർട്ടി രാഷ്ട്രീയക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. സിനിമയുണ്ട്, സീരിയലുണ്ട്, അല്ലെങ്കിൽ സിറ്റ്കോം പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ അല്ലേ കുറേയാണ്. അപ്പം അങ്ങനെ അപ്പം സിനിമയിലൂടെ അങ്ങനെ ഒരു കഥ പറയുകയാണ്. ചേച്ചിക്ക് കൂടുതലും ഈ പറയുന്ന പോലെ അമ്മ റോൾസ് ഒക്കെ ആണല്ലോ കൂടുതൽ വരുന്നത്. ചേച്ചിക്ക് വേറെ ഏതെങ്കിലും വയസ്സ് ഇത്ര ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് ആരാ പറഞ്ഞ വയസ്സ്? വയസ്സുണ്ടല്ലോ, വയസ്സൊരു ഘടകമാണ്. ഏജ് ജസ്റ്റ് നമ്പർ. ചേച്ചിയെ കണ്ടാൽ ചേച്ചിക്ക് ഏജ് ഉണ്ടെന്ന് തോന്നത്തില്ല. തോന്നില്ല? ഇല്ല. താങ്ക് യു. നേരത്തെ തീരുമാനിച്ചത് പറയാൻ വേണ്ടി. പക്ഷേ ഈ കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ കുറച്ചു നേരം കൊണ്ട് അടിവെച്ചോണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞാൽ അപ്പൊ അവിടെ പിടിക്കില്ല. ചേച്ചീനെ എല്ലാവർക്കും അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞാൽ മാഷ അപ്പൊ തന്നെ പിടിക്കും. അപ്പൊ നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ എനിക്ക് ചൂല് തരണോ, എനിക്ക് ചായ തരണോ. അതായത് ഞാൻ ഈ വീട്ടിൽ ചൂലൊക്കെ എടുത്ത് തൂത്തന്നെ കിടക്കുന്ന, ചായയും കാപ്പിയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയായിട്ട് കണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അത് നമ്മുടെ മാഷിനെ അങ്ങോട്ട് പിടിക്കില്ലേ? ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, മാഷിന് സന്തോഷം തന്നെയാണ്. കുശുമ്പുണ്ടോ? ഇല്ല, നമ്മളിപ്പോ രസത്തിന് വേണ്ടി പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ ഒരു കല്യാണത്തിന് വന്നു, മാഷിന്റെ വീട്ടിൽ പോയി. വീട്ടിലേക്ക് വന്നു വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ അല്ലെങ്കിലും എങ്ങനെ മാഷിന്റെ ഭാര്യയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പേ മാഷുമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഈ കുഞ്ഞികൃഷ്ണൻ മാഷൻ ആ കഥാപാത്രം, പുള്ളി ചെയ്ത കഥാപാത്രം കണ്ട് എനിക്ക് പുള്ളിയോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ആക്ടിങ് രീതിയായിരുന്നു. മാഷിന് എങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം? ഇപ്പൊ നമ്മൾ ജഡ്ജായിട്ട് തകർത്തു, അതുപോലെ ഇതിലെ ക്യാരക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. ഇതില് ഒരു റിസോർട്ടിന്റെ ഉടമയായിട്ടാണ് ബാലൻ ചേട്ടൻ. അപ്പോൾ ആ ഒരു കഥാപാത്രം പ്രത്യേകിച്ച് കാസർഗോഡ് സ്ലാങ് അല്ല, അതൊരു പ്രത്യേകതയുണ്ട്. ഒരു ഇഷ്ടപ്പെട്ട കഥാപാത്രം. എനിക്ക് ഈ കഥ കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇതൊരു വെറൈറ്റി ക്യാരക്ടറാണ്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാനേ പറ്റൂ. എന്നാൽ ആളുകൾ കണ്ട അഭിപ്രായം പറയട്ടെ. പിന്നെ ഏത് തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വെച്ചാൽ നമ്മളെ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിനിമ കണ്ട് ഏത് റോളാണോ ഇപ്പോൾ പ്രിയദർശൻ സാർ വിളിച്ചിട്ട് കൊറോണ പേപ്പേഴ്സിലൊരു CI ആയിട്ട് അഭിനയിപ്പിച്ചു. അപ്പോൾ ഒരിക്കലും നാത്താൻ കേസ് കൊണ്ട് വിളിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് പ്രിയദർശൻ സാർ. അദ്ദേഹം വിളിച്ചപ്പോൾ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഇനിയൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അവസരം തന്നു. അതേപോലെ തന്നെ നമ്മൾ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എൻ്റെ പേരൊന്നും അന്നറിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ നാത്താൻ കേസ് കൊടുന്ന് പറഞ്ഞ ജഡ്ജിയിൽ ഞാനൊരു എന്തായാലും ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ കാസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു റോൾ വന്നു. ഇപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നതല്ലെങ്കിലും അദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് ഒരു ജാതി ജാതകം. അതിൽ മോഹൻ മണ്ടോടിയാണ് സംവിധാനം ചെയ്യുന്നത്. കഥ പറയുമ്പോൾ ഒക്കെ സംവിധാനം ചെയ്ത മോഹൻ മണ്ടോടി, രാകേഷ് മണ്ടോടി അതിൻ്റെ സ്ക്രിപ്റ്റ്. ആ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ഞാനും അഭിനയിക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നാത്താൻ കേസോട് ജഡ്ജിനെ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിളിക്കുന്നതാണ്. അതന്നെ ഈ പ്രേംലാലും അതുപോലെ തന്നെ സജീവ് പാഴയും ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചത് തന്നെയാണ്. ആ സിനിമ കണ്ട മാഷിനെ ഇഷ്ടപ്പെടാത്ത സത്യം. ആയി സന്തോഷം. മാഷ് പൊളിയാ. ഓക്കെ. ആ ഒരു ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ഒരു രീതിക്ക് ഒറ്റ കഥാപാത്രം കൊണ്ട് ആൾക്കാർ ആദ്യം വന്നു, ആദ്യം തന്നെ എല്ലാവരും കയ്യിലെടുത്തു. അതുപോലെ തന്നെയാണ് സ്വഭാവം. ആരോടും നോ എന്നൊരു വാക്ക് ഒരു കാര്യത്തിനും ഇല്ല, പറയില്ല. ഇവിടെ ഇരിക്കുകയും ചെയ്യും, എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, എല്ലാ ഉദ്ഘാടനങ്ങളും അറ്റൻഡ് ചെയ്യും, എല്ലാ മൂവി അറ്റൻഡ് ചെയ്യും. എങ്ങനെ നടക്കുന്നത്? ഇതിപ്പം മൂവി ഇപ്പൊ ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു 26th ഇലക്ഷൻ ഡേറ്റിന്റെ അന്ന് തന്നെയാണ് മൂവി റിലീസ്. ഒരു പൊളിറ്റിക്കൽ, ഒരു സറ്റയറിക്കൽ മൂവി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അതായത് ഇങ്ങനെ ഒരു ഇലക്ഷൻ ഡേറ്റിൽ തന്നെ ഇറങ്ങുന്നു. പ്രതീക്ഷയില്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങില്ലല്ലോ. ഇത് ഇലക്ഷൻ ഡേറ്റിന്റെ അന്ന് വന്നത് അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചത് പോയതാണ്. കഴിഞ്ഞ മാസമാണ് ഇറങ്ങാനിരുന്നത്. അപ്രതീക്ഷിതമായ ചില കാരണം അതിങ്ങനെ ഈ മാസം. അപ്പോൾ അതിപ്പോൾ അസുരനെ അന്നത്തെ ദിവസം വരണം എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കലംബാസുരനെ പുള്ളി എന്താ ശരിക്കും ഈ കലംബാസുരൻ അതെന്താ വെച്ചാൽ ഈ ഇലക്ഷൻ കലമ്പ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക. കോഴിക്കോട്
വിട്ടാൽ വഴക്കിന് പറയണത് വഴക്കാണ്. നമ്മൾ അലമ്പാക്കല്ലെന്ന് പറയില്ലേ, അലമ്പാക്കല്ലെന്ന് പറയില്ല, അതിന് പറയുന്ന വാക്കാണ് കലമ്പ എന്നൊക്കെ പറയും. അപ്പൊ അവര് ഇതൊന്നും അല്ല, പേര് വേറെ ഏതോ കാരണങ്ങൾ കൊണ്ടുവന്നതാണ്. മാഷേ, സുമേഷേട്ടന്റെയും സുമലതയുടെയും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ ഒരു പ്രണയ കഥ. അതിൽ സൂസു ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു ഇത്ര ദിവസം മറന്നുപോയി. സൂസു ഹൃ പ്ര അങ്ങനെയാണ് അതിന്റെ പേര്. സൂസു ഹൃ പ. അത് മൊത്തം പറഞ്ഞു വരുമ്പോ കുറെ ടൈം. ഹൃദയഹാരിയായ പ്രണയ കഥ. ഓക്കെ. ആ മൂവിയുടെ ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയിട്ട് ഭയങ്കര കത്തി നിൽക്കുകയാണ്. മാഷുണ്ടോ മൂവിയില്? ഞാനില്ല, പക്ഷെ എന്നാലും ഞാനുണ്ട്. ഉണ്ട്. എന്താ പറഞ്ഞാലേ, ഞാനുണ്ട് വെച്ചാൽ ഞാൻ സിനിമയിലില്ല, പക്ഷെ എന്നാൽ അതിന്റെ കൂടെ ഉണ്ട് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് പോകണമെന്നത് രതീഷ് ചേട്ടനാണ്. അതില് സുരേഷ് അഭിനയിക്കുന്ന രാജേഷ് മാധവൻ, അതേപോലെ തന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, അതിൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന സുധീഷ് ഗോപിനാഥ്, അവരൊക്കെയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും ആ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സിനിമ തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ റോളില്ല, പക്ഷെ എല്ലാ സഹായം ഉണ്ടാവണം. ഞാൻ 3-4 തവണ ആ സെറ്റിൽ പോയിരുന്നു. കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, എന്നാലും ആ സെറ്റിൽ പോയി അവരെ കൂടെ ഇരുന്ന്. ശരിക്കും അപ്പം ഈ ഇന്നത്തെ ഒരു ഓർമ്മകളൊക്കെ അങ്ങനെ വീണ്ടും ആ സെറ്റിൽ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുണ്ടാകും. പിന്നെ അതൊരു എനിക്ക് 20 ദിവസത്തോളം ഓർമ്മകൾ ഇറക്കാൻ വേണ്ടിയാ പോയത്. അതെ 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 അതെ. ഇത് എന്തായാലും ഹിറ്റാവും ആ സിനിമ, ഒരു സംശയമില്ല. ഞാൻ പഞ്ചവത്സര പദ്ധതിയുടെ പ്രൊമോഷൻ കൊണ്ട് വന്നിട്ട് അതാണ് ഞാനിങ്ങനെ ആലോചിച്ചേട്ടാ, അല്ല എല്ലാ പടവും ഹിറ്റ് ആവണം. ഇപ്പൊ എല്ലാ പടവും ഹിറ്റ് ആണല്ലോ, ഇറങ്ങുന്ന എല്ലാ പടവും. എത്ര കാശ് മുടക്കി എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ അല്ലേ. ഒരു പോയി കണ്ടിട്ട് നമ്മളൊരു 100-200 രൂപ കൊടുത്ത് കണ്ടിറങ്ങി വന്നിട്ട് പൊട്ടം നിങ്ങൾ കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് പടങ്ങള് എല്ലാവരും ഇറക്കുന്നത് ഹിറ്റാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ അത് എടുക്കുന്ന ഇപ്പം ഒരു ഭാഗം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണത്, മറുഭാഗം പോരാ എന്ന് പറയുന്നവരുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. മൂന്ന് തരത്തിലാണ് സിനിമകൾ ഇപ്പോൾ അല്ലേ. ഓരോ ജനറേഷൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് സിനിമ കാണുന്നത്. അപ്പോൾ എല്ലാ പടവും നല്ലത് തന്നെയാണ്. അത് കാണുന്ന ആളുകളുടെ കാറ്റഗറി അനുസരിച്ച് ഇപ്പം മാറിക്കൊണ്ടിരിക്കണം, എനിക്കങ്ങനെ തോന്നണം ഇല്ലേ. യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്നത് മിഡിൽ ഇതിൽ ഇഷ്ടപ്പെടുന്നില്ല, ആ സമയത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ കുറേ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ 2024 തുടങ്ങിയതിന് ശേഷം ചില പടങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പടങ്ങളും ഉണ്ട്. 2024 തുടങ്ങിയിട്ട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് കുറേ കാലത്തിന് ശേഷം എന്ന് പറയുന്നുണ്ട്. അതിന് ഇപ്പം ഒരുപാടധികം സിനിമകൾ റിലീസായി ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ മറ്റ് സിനിമകളുടെ ഇടയിൽ എന്തെങ്കിലും ഈ പടവും അടുത്ത ഒരു ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് അറിയപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളല്ലാതെ പറയണ്ട, ജനങ്ങൾ നമ്മളിപ്പോ ജനങ്ങൾ കണ്ടിട്ട് അവര് കാശ് മുടക്കി കയറുന്നതല്ലേ. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളത്. തിയേറ്ററിലെത്തി പരമാവധി ആളുകൾ കാണണം, ഹൗസ്ഫുൾ ആവണം. തിയേറ്ററിൽ എന്തായാലും നഷ്ടമായിരിക്കില്ല, കാരണം അതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു വ്യക്തമായൊരു സ്റ്റോറി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള, സമൂഹത്തിന് ആവശ്യമുള്ള നല്ലൊരു കണ്ടന്റ് ഉണ്ട് മൂവിയിൽ. പക്ഷേ തീർച്ചയായിട്ടും നഷ്ടമല്ല, കാരണം നമ്മൾ ഓർക്കും, ചിന്തിക്കും. സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും അതിൽ നടന്ന ചില കാര്യങ്ങൾ അങ്ങനത്തെയാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാണ്ടിരിക്കില്ല എന്തായാലും. എനിക്ക് ഈ മൂവിയുടെ ട്രെയിലർ കണ്ടു, പണ്ട് നമ്മൾ കണ്ട സന്ദേശം അങ്ങനത്തേക്ക് ഒരു വൈബ് കിട്ടി. അങ്ങനെ എന്തെങ്കിലും ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും പഴയ മൂവിയായിട്ട് കണക്ട് ചെയ്തുള്ള മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും വന്നായിരുന്നു? പഴയ മൂവിയായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല, വേറെ ടൈപ്പാണ് ഇത്. എനിക്ക് തോന്നുന്നു, ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ അല്ലേ സംഭവം, പ്രത്യേകതയില്ല. പക്ഷെ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കുറേ നമ്മളെ കാശും സമയവും ചില കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഇതിൽ കാണാൻ പറ്റും. സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ സംഭവിക്കൂലേ,
നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് കുറേ സമയവും കുറേ പൈസയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ചില കാര്യങ്ങളിൽ. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വെറുതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സമയവും കളഞ്ഞു പൈസയും കളഞ്ഞു എന്ന് വിചാരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ, സസ്പെൻസ് സസ്പെൻസ്. ഇപ്പം നമ്മുടെ ഉപ്പും മുളകും ഇനി തിരിച്ചു വരുമോ? വരില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വേറൊരു ഇതിൽ അറിഞ്ഞു വരും എന്നുള്ളത്. ഇന്നലെ വരെ കൊടുത്ത ഇൻ്റർവ്യൂസിൽ ഞാൻ വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അവർ വിളിച്ചിരുന്നു, ഇന്ന് വിളിച്ചിരുന്നു വരും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്കും ജീവിക്കണമല്ലോ മുന്നോട്ട്. അപ്പോൾ അതിൻ്റെ ഇത് തുടങ്ങോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ ചിലത് കമ്മിറ്റ് ചെയ്ത് ഞാൻ അതും കൂടെ ഒന്ന് ശരിയാക്കി ശരിയാവുമായിരിക്കും. എല്ലാം കൂടി ശരിയായി വരും. കാരണം ഉപ്പുമുളക് ഇടാൻ പറ്റില്ല. കാരണം നമ്മളെ ഇങ്ങനെ ആക്കിയത് ഉപ്പുമുളകാണല്ലോ. അപ്പോൾ അത് വിട്ടുകളയാൻ പറ്റില്ല. അവർക്കും നമുക്കും ആവശ്യമാണ് ഉപ്പുമുളക് അല്ലേ? ജനങ്ങൾക്കും ആവശ്യമാണ്. ജനങ്ങൾക്ക് ആണ് ഞങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമെന്ന്. നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേ എല്ലാവരും അശ്യോ സാധാരണ TV സീരിയൽസൊക്കെ നിർത്തുമ്പോൾ അങ്ങനൊരു ഇത് പ്രതികരണം വരാറില്ല. ഇത് നമ്മൾ ഷോ നിർത്തിയ അയ്യോ എന്ത് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ യാത്രയിലൂടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ തന്നെ കുറേ പേര് ചോദിച്ചു അയ്യോ എന്ന് പറയണം. അപ്പം അത് ആ അയ്യോ പറച്ചിൽ മാറ്റാൻ ദൈവം സഹായിക്കട്ടെ. അപ്പം മാഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇന്നാത്താൻ കേസ് കൂടുന്ന മൂവി കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതല്ല മാറ്റം. ഏതോ തടിയങ്കോൽ അല്ല, അതിന് മുന്നേ ഉള്ളത് ജീവിതം, അതിന് ശേഷം. കാസർഗോഡ് ജില്ലയിൽ എൻ്റെ പഞ്ചായത്ത് പറഞ്ഞ പടന്ന പഞ്ചായത്ത്, അവിടെ തടിയങ്കോൽ മനീഷ തിയേറ്റേഴ്സ് നാടകം, തെരുവ് നാടകം, അല്ലെങ്കിൽ തൊട്ടടുത്ത കോറസ് കലാസമിതിയുടെ നാടകം, പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ആ പ്രദേശവുമായി മാത്രം ഒരു ബന്ധമുണ്ടായ എനിക്ക് ഈ മിക്കവാറും ഇപ്പോൾ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പരസ്പരം ആളുകളെ അറിയാനും ആളുകൾ എന്നെ തിരിച്ചറിയാനും കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ മാറ്റം തന്നെയാണ്. അല്ലെങ്കിൽ എന്നെ ആരും അറിയില്ലല്ലോ. അത് വലിയൊരു മാറ്റം. നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതും ആ സിനിമ തന്നെയാണ്. ഓരോ സമയത്താണ് നമ്മൾ അല്ലേ, ഓരോ അതിൻ്റെതായ സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കുഞ്ഞികൃഷ്ണൻ മാഷേ, അതെ, മാഷിന്റെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ലൈക്ക് നാടകത്തിൽ നിന്ന് ഒരുപാട് നാൾ സിനിമയിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ, അതോ പെട്ടെന്നായിരുന്നു സിനിമയിലേക്ക് ഒരു എല്ലാം പെട്ടെന്നായിരുന്നു? സിനിമ ആഗ്രഹിച്ചിട്ടില്ല? ഇല്ല, നാടകം ആഗ്രഹിച്ചിട്ട് പറഞ്ഞാൽ സിനിമയിൽ വരാൻ ആളുകളൊരു വിശ്വാസമില്ല. സിനിമാ നടൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് അല്ലേ, ഒരു പ്രത്യേക ഇല്ല, നല്ല ഹൈറ്റ് വെയിറ്റ് അല്ലേ, സുമുഖൻ സുന്ദരൻ ഒക്കെ ആയിരിക്കണം. പറഞ്ഞോണ്ട് എനിക്ക് ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, സുമുഖനല്ല, സുന്ദരനല്ല. ആളുകളെ ഒരു പിന്നെ അങ്ങനെയല്ല. നേരത്തെ എത്ര ആൾക്കാരുണ്ട് ഹൈറ്റ് വെയിറ്റ്. ശ്രീനേട്ടൻ വന്നതോടുകൂടിയാണ് സിനിമയിലേക്ക് ഒരു മാറ്റം തന്നെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഒരുപാട് പേരുടെ ചിന്തകളും മാറ്റം വന്നു. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ്റെ ഏറ്റവും നന്നായി ശോഭിക്കുന്നുണ്ട് സിനിമയിൽ. അങ്ങനെ ഒരുപാട് ആളുകൾ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളൊക്കെ നേരത്തെ സിനിമയിൽ കഴിവും കുറച്ച് ഭാഗ്യം ഉണ്ടാവണം. സിനിമയിൽ വരിക എന്ന് പറയുന്നത് അത്തരം ആളുകൾക്ക് മാത്രമേ പറ്റൂ, സിനിമ അഭിനയിക്കാൻ പറ്റൂ. പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സിനിമാ നടന്മാരൊന്നും ഉണ്ടായിട്ടേ ഇല്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴെങ്കിലും കുറച്ച് ആളുകളെങ്കിലും, ഒരുപാട് ആളുകൾ നല്ല കഴിവുള്ള കലാകാരന്മാർ കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ ജില്ലയിലൊക്കെ നാടക പ്രവർത്തനമൊക്കെ ആയി ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് അവരൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ പുതിയതായി വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഈ ഹൃദയഹാരിയായ പ്രണയകഥയിൽ ഒട്ടുമിക്ക ആളുകളും പുതിയ കലാകാരന്മാർ. ഇപ്പം നാദാൻ കേസ് കൊടുക്കുന്ന സിനിമയിൽ അഭിനയിച്ച് സിനിമാ രംഗത്തേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും ആളുകൾ ആ സിനിമയിൽ നിന്ന് ഈ സിനിമാ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. മറ്റ് ജോലി ഉപേക്ഷിച്ചിട്ട് പോലും സിനിമയിലേക്ക് വരുന്ന ആളുണ്ട്. ഹൃദയഹാരിയായ പ്രണയകഥ റിലീസാകുമ്പോഴത്തേക്കും അതിലും ഒരുപാട് ആളുകൾ സിനിമാ രംഗത്തേക്ക് വരാൻ സാധ്യതയില്ല. നല്ല കലാകാരന്മാരുണ്ട്. ഇനിയും ആ ഭാഗത്ത് സിനിമ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ലൊക്കേഷൻ തന്നെയുണ്ട്, നല്ല ലൊക്കേഷൻ. എല്ലാം നല്ല പടങ്ങളാണ്. പേര് കേട്ടുമ്പോ നമ്മൾ വിചാരിക്കും. അല്ല, ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും സജീവ് പാടുവിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ അദ്ദേഹം. അതുമുതൽ ഇങ്ങോട്ട് നമുക്കൊരു കയറ്റം തന്നെയാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ. ഒരു പക്ഷേ മാറ്റമുണ്ട്, ജീവിതത്തിലൊരു മാറ്റം തന്നെ, സംശയമൊന്നുമില്ല. മാഷ് സ്വയം അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് ഇങ്ങനെ ഈ റീസൺസ് കൊണ്ട് കിട്ടാതിരുന്നതാണോ? ഞാൻ
ചുറ്റുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ണിരാജ് മാത്രമല്ല, പല ആളുകൾ ഇറക്ക് പിന്നെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് സിനിമക്ക് ആളെ എടുക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിലായതുകൊണ്ട്, കാസർഗോഡ് ജില്ല അത് മാത്രമല്ല, ഇറക്ക് 2 വീലർ എടുത്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം ചെറുത്തൂർ കണ്ണങ്കൈ, ആ സ്ഥലത്താണ് ഇതിൻ്റെ പിന്നെ ഇൻ്റർവ്യൂ നടന്നത്. എറണാകുളത്താണെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല, തിരുവനന്തപുരത്താണെങ്കിൽ വരില്ല, കണ്ണൂരാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ വരില്ല. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു 10 മിനിറ്റ് 2 വീലർ എടുത്ത് പോയാൽ സിനിമ അങ്ങടെ ഒന്ന് വിളിച്ചിട്ട് പോകുന്നത് അഭിനയിപ്പിച്ചു. സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളെയും അങ്ങനെ ലൊക്കേഷനിൽ ഇത് അവിടെ ചെന്നിട്ട് പുള്ളിക്ക് വേണ്ടി ഒരു സിനിമ എടുത്തത് ഹിറ്റായി. സത്യം. എന്നെ യഥാർത്ഥത്തിൽ ഈ റോളിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ ആദ്യം കാസ്റ്റ് ചെയ്തത്, പക്ഷേ പിന്നീട് എന്തോ ഈ റോൾ എന്നിലേക്ക് എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ ആളുകൾ തിരിച്ചറിയാനും സിനിമ കിട്ടാനും ഒക്കെ കാരണമായി. നല്ല മനസ്സാണ്, അതുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായത് സംശയമൊന്നുമില്ല. ചേച്ചിയുടെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് ഏതായിരുന്നു എന്നാണ് ഇപ്പോഴും വിശ്വാസം? ഉപ്പുമുളക് ടേണിംഗ് പോയിന്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ വന്നത് ഒരു ടേണിംഗ് പോയിന്റ് തന്നെ. ഞാൻ ഇതേപോലെ തന്നെ എന്നെയും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തതാണ്. പക്ഷേ ആ യാത്രയിൽ ഇങ്ങനെ അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വന്ന് ഉപ്പുമുളകിലൂടെ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര ഒരു പ്രേക്ഷകരുടെ 8 വർഷമായില്ലേ? 8 വർഷമായെന്ന് മാത്രം 8 വർഷം എന്ന് മാത്രമല്ല, ഇപ്പം നമ്മളൊരു സിനിമ ഞാനിപ്പോൾ ഇത്രയും വർഷം 8 അല്ല 20 വർഷം 30 വർഷം ഞാൻ സിനിമ ചെയ്താൽ പോലും ആളുകളിൽ നിന്നും കിട്ടാത്ത അത്ര സ്നേഹവും സപ്പോർട്ടും ആണ്. ഇപ്പോൾ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ റോഡിൽ വെച്ച് കണ്ടാൽ ചിലപ്പോൾ ആളുകൾ മറ്റേ ആ സിനിമയിൽ ഇങ്ങനെ നോക്കും, നമ്മൾ അടുത്ത് നിന്നിട്ട് ഹായ് ഇത്രേ പറയുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മളെ കാണുമ്പോൾ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ ടച്ച് ചെയ്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ മാഷിൻ്റെ വീട്ടിലാണെങ്കിലും പോയിട്ട് മാഷിൻ്റെ ഭാര്യയൊക്കെ കണ്ടപ്പോൾ തന്നെ ഓടി. ഇന്നലെ നമ്മൾ ഡയറക്ടറെ വീട്ടിൽ പോയി, അതാണ് രസം. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. മാഷ് കണ്ടു ചോദിച്ചു, മാഷിൻ്റെ ഡയറക്ടറെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഡയറക്ടർ ആദ്യം കയറി ചെന്നത് മാഷാണ്. ഞാൻ പതുക്കെ കയറി തന്നെ ഉള്ളൂ. മാഷ് ചെന്നപ്പോഴേ ഇങ്ങനെ മോനെ എന്നാ സിനിമ കണ്ടു, നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കൈ ഇങ്ങനെ എന്നെ കണ്ടപ്പോ ഇരുന്ന ആളുണ്ടല്ലോ, അമ്മ ഇരിക്കായിരുന്നു, ഇരുന്ന ആള് ചാടി വീണിട്ട് മോളെ പറഞ്ഞിട്ട് വന്ന് മാഷ അപ്പൊ നമ്മളോടൊക്കെ ഇത്ര ഉള്ളൂ ഇഷ്ടം. അപ്പോഴാണ് പറഞ്ഞത് മാഷ എന്നെ പറഞ്ഞു, വന്നിട്ട് മാഷ എന്നെ പറഞ്ഞു എല്ലാ ദിവസവും വീട്ടില് വരുന്ന ഒരാളല്ലേ നമ്മളിപ്പോ ഒരിക്കൽ വന്നു പോയില്ലേ, ഇപ്പൊ എല്ലാ ദിവസവും വീട്ടിലേക്ക് വരുമല്ലേ. നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരോടും എപ്പോഴും അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. സീരിയൽക്കാരും സിനിമയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സിനിമ നമ്മൾ ഒരു ദിവസം കണ്ടാൽ പിന്നെ ചിലപ്പോൾ എപ്പോഴെങ്കിലും പിന്നെ കണ്ടെന്ന് വരും. സീരിയൽ അതല്ല, എല്ലാ ദിവസവും കാണുമ്പോൾ എല്ലാ ദിവസവും കാണുന്ന ആളുകളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ചേച്ചിക്ക് പേഴ്സണലി പറയുന്ന പോലെ സിനിമയാണോ സീരിയലാണോ കൂടുതൽ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെയില്ല, രണ്ടും കംഫർട്ടാണ്. ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. രണ്ടും എനിക്ക് കംഫർട്ടായിട്ട് അങ്ങനെ കംഫർട്ട് തന്നെയാണ്, രണ്ടും കംഫർട്ട് തന്നെയാണ്. ഞാനിപ്പോൾ സിറ്റ്കോം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നമുക്കവിടെ ഡബ് ചെയ്യണ്ട, അതാ കുറച്ചും കൂടെ. ഇപ്പോൾ ഡബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സിനിമ നമുക്ക് ഡബ് ചെയ്യേണ്ട സിനിമകളാണല്ലോ. കുഴപ്പമില്ല, സിറ്റ്കോം സിനിമകൾ വളരെ കുറവാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് എളുപ്പം ഉപ്പുമുളകാണ്. പക്ഷെ സിറ്റ്കോം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആക്ടിങ് കുറച്ച് രസമാണത്. നമുക്ക് ഒരു അല്ലേ മാഷ ചെയ്തിട്ടില്ല അല്ലേ, ഭയങ്കര രസമാണത്. ഇങ്ങനെ അങ്ങോട്ട് പോകും, എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാഷ്ക്ക് നാടകം ചെയ്തത് കൊണ്ട് തന്നെ, നാടകം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ലൈവാണല്ലോ, നാടകം ഫുള്ള് നമ്മൾ കാണാപ്പാടം പഠിച്ച് ഒറ്റ ടേക്കിലെല്ലാം പോവാണ്, അതിനകത്ത് ഇരിക്കുകയാണ് നമ്മുടെ കയ്യിൽ എല്ലാ സംഭവവും. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ എത്രത്തോളം എളുപ്പമായിരുന്നു, കാരണം നമുക്ക് ടേക്ക് വൈസ് ആണല്ലോ പോകുക. നാടകത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പറ്റിയെന്നില്ല. നാടകത്തിൽ പറഞ്ഞ നേരിട്ടുള്ള അല്ലേ, ഒരു 30 ദിവസം റിഹേഴ്സൽ എടുത്തു, അവസാനത്തെ ദിവസം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ നോക്കി വേണം വർത്തമാനം പറയാൻ. സിനിമയിൽ വേണമെങ്കിൽ വീണ്ടും വീണ്ടും എടുക്കാം. അന്ന് ആ 30 ദിവസം നാടകം പഠിച്ചിട്ട് 30ാമത്തെ ദിവസം വേണമെങ്കിൽ നാടകം ഒറ്റ ഡയലോഗ് കൊണ്ട് നാടകം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടാവാം. ഒരു ഡയലോഗ് മാറി പറഞ്ഞു പോയാലും പ്രശ്നമാണ്. സിനിമയിൽ വേണമെങ്കിൽ റീടേക്ക് ഉണ്ട്, നാടകത്തിന് റീടേക്ക് ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടോ ഇങ്ങനെ നാടകത്തിന്റെ? എനിക്ക് കേൾക്കാൻ കൊതിയായിട്ട് ചോദിക്കുന്നത്. നാടകത്തിന് ഒരുപാട് ഓർമ്മകളുണ്ട്. രസകരമായ സംഭവം എന്ന് പറയുന്നത്, നമ്മളെ നാടകം നമ്മളൊരു സ്ഥലത്ത് നാടകം കളിച്ചാൽ പിന്നെ
ഒരേ നാടകം തന്നെ പല സ്ഥലത്തും കളിക്കും, തെരുവ് നാടകമല്ലോ. ഈ പോകുന്ന യാത്രയിലാണ് നമുക്ക് ഏറ്റവും രസകരമായ അനുഭവം എന്ന് പറയുന്നത്. നമ്മളെ ക്ലബിൽ നിന്ന് വണ്ടി ട്രക്കറാണ്, ട്രക്കറിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നാടകം കളിക്കുന്നിടത്തേക്ക് 1-2 മണിക്കൂർ ഓട്ടമുണ്ടാവും. തിരിച്ചു വരുന്ന സമയത്തും 12 മണി 2 മണികളിലാക്കി തിരിച്ചു വരുന്നു. ആ സമയത്ത് നമ്മളൊരു ഗ്രൂപ്പ് 10-15ഓളം ആളുകൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് പറയുന്നത് വളരെ നാടകവുമായി ബന്ധപ്പെട്ട അനുഭവം തന്നെയാണ്. നാടകം കളിച്ച വരുന്ന സമയത്ത് അതിനെ പറ്റിയ അബദ്ധങ്ങളെല്ലാം പറഞ്ഞു ചിരിക്കും. അബദ്ധം എന്തായാലും പറ്റും, ഓരോ സ്ഥലത്ത് പോയി പുതിയ പുതിയ അബദ്ധങ്ങൾ ഉണ്ടാവും. ആ അബദ്ധങ്ങളെല്ലാം പറഞ്ഞു ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നത് അത് വലിയൊരു അനുഭവം തന്നെയാണ്. സന്തോഷമാണ്, ആ ഒരു മനസ്സിനും ഒരു സന്തോഷമാണ്. നാടകം കളിക്കാൻ പോയാൽ ഒരു ഊർജം തന്നെയാണ്, നാടകം കളിക്കാൻ പോയാലും ഒരു ഊർജം തന്നെയാണ്. സ്റ്റേജിൽ നാടകം കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു മൊമെന്റ് ഏതായിരിക്കും ജീവിതത്തിൽ? നാടകത്തിലാണ്. നാടകത്തിൽ അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കാണും, പക്ഷെ നാടകത്തിലൂടെ ഏറ്റവും അധികം നാടകത്തിൽ നമ്മളെ തെരുവ് നാടകം തന്നെയാണ് ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയ. ഒരുപാട് ഇപ്പോൾ നമ്മളെ കോറസ് കലാസമിതിയുടെ നാടകമുണ്ട് അവിടെ, നാടകോത്സവം. അതൊരു സിന്ധു ശാന്തമായി ഒഴുകുന്നൊരു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ നല്ല അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വംശനാശം എന്ന് പറഞ്ഞൊരു തെരുവ് നാടകം അവതരിപ്പിച്ചു, അതിലെ കഥാപാത്രത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. സ്കൂളിൽ നാടകം അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ നാടകം അവതരിപ്പിച്ചെടുത്ത് മോശം അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ ആയിട്ട് ചേച്ചി കൂട്ടുന്നത് എന്തായിരിക്കും? എല്ലാത്തിനും നേരത്തെ ചോദിച്ചതിന് ഒരു ഉത്തരവേ ഉള്ളൂ, എഴുതി ചോദിച്ചാലും ഉപ്പുമുളം തന്നെയല്ലേ? ഉപ്പുമുളം തന്നെയാണ്. എന്നാലും ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാൻ മൊമെന്റ്, ഇപ്പം അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, ഡയറക്ടറിന്റെ അമ്മയുടെ കാര്യമായിരുന്നു എന്നല്ലേ പറഞ്ഞത്, അതുപോലെ ചേച്ചിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ ആരെങ്കിലും ഓടി വന്ന് സംസാരിച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഒരിക്കലും മറക്കത്തില്ല എന്നുള്ളൊരു ഫാൻ മൊമെന്റ് എന്തെങ്കിലും? ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഉപ്പുമുളകിന് ശേഷം ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എവിടെ ചെന്നാലും ഒരുപോലെ തന്നെയാണ് കിട്ടണത്. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ, ഭയങ്കര സ്നേഹമാണ് എല്ലാവരും കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ മുടിയൻ ബിഗ് ബോസിൽ തകർത്തോണ്ടിരിക്കുകയാണല്ലോ, കാണുന്നുണ്ടോ ഷോയൊക്കെ? കാണാൻ സമയം കിട്ടാറില്ല. ഇടയ്ക്ക് കുട്ടികൾ, എൻ്റെ കുട്ടികൾ കാണും. അപ്പോൾ അവർ മുടിയൻ്റെ ഇത് വരുമ്പോൾ കൊണ്ടുവന്ന് കാണിക്കും എന്നെ. അത് പോസ്റ്റ് ചെയ്തിട്ട് ഓടുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്ന് പ്ലേ ചെയ്യും. അവർ മൊബൈലിലാണ് കാണുന്നത്. അപ്പോൾ ഞാനത് അവൻ്റെ മാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കും കുറച്ചു നേരം. അത് കഴിയുമ്പോൾ ഞാനങ്ങ് പോകും. പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓ, വീട്ടിൽ വന്ന് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയത്. എന്താ തോന്നുന്നത്, ബിഗ് ബോസിൽ കപ്പടിക്കുവോ മുടിയൻ? ഞാൻ അവരോട് പറഞ്ഞു വിട്ടിരുന്നു, വീടുമായിട്ട് വരാൻ, വീട് മേടിക്കാനുള്ള കാശുമായിട്ട് വരണമെന്ന്. ആമ്മ ഉറപ്പായിട്ടും അമ്മ, അത് ഉപ്പുമുളയിൽ കാണിക്കില്ലേ, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോണൊക്കെ കൊള്ളാം, അനുഗ്രഹം ഒക്കെ ശരിയായിട്ടുണ്ട്, വീടില്ല, അപ്പോൾ വീട് മേടിക്കാനുള്ള കാശുമായിട്ട് വേണം അവിടെ നിന്ന് പോരാൻ. അപ്പം എത്രയോ 50 ലക്ഷം എത്രയായിട്ട് കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ അത് നിനക്ക് തന്നെ കിട്ടണം, വേറെ ആർക്കും കിട്ടരുതും, നിനക്ക് തന്നെ കിട്ടണം, ഉറപ്പായിട്ടും അമ്മ, ഇങ്ങനെ പറഞ്ഞ ഉറപ്പായിട്ടും അമ്മ പൊളിക്കും. ഞാൻ പറഞ്ഞേ പാവാണ്. ഞാൻ എപ്പോഴും ഈ ഉപ്പുമുളകും കാണുമ്പോൾ പണ്ട് തൊട്ടേ ഇപ്പം 8 വർഷമായല്ലോ, ഞാൻ എപ്പോഴും ചിന്തിക്കും നിങ്ങൾക്കൊക്കെ എന്ത് നല്ല മെമ്മറീസ് അതിനകത്ത് ഉണ്ടാവുകയെന്ന്. ഇപ്പം പാറുക്കുട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാറുക്കുട്ടി ജനിച്ചത് തൊട്ടുള്ള ഒരു ഏജ് വരെയുള്ള കാര്യങ്ങൾ, വളർന്നതെല്ലാം കാണാൻ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഇവോൾവ് ചെയ്ത ആൾക്കാരാണ്. അത് ആ ഒരു ക്ലോസ്നെസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫാമിലി ബോണ്ട്? ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുള്ള, ഒരു ദിവസം ഞാനിതൊന്നും പറഞ്ഞ കാര്യമാണ്. പല ജില്ലകളിൽ നിന്ന് ഒരു കാക്കനാട് വാഴക്കാല മുലപ്പാട റോഡിൽ പാറമട വീട്ടിൽ ഒത്തുചേർന്ന ഒരു കുടുംബമാണ്. അച്ഛനൊരു ജില്ലയിൽ നിന്നും അമ്മ ഒരു ജില്ലയിൽ നിന്നും. സാധാരണ അച്ഛനും അമ്മയും ഓരോ ജില്ലകളിൽ നിന്നാണല്ലോ എപ്പോഴും കല്യാണം കഴിക്കുന്നത്. പക്ഷെ മക്കൾ പല ജില്ലയിൽ നിന്ന് വരല് വളരെ, അല്ലെങ്കിൽ പ്രസവിക്കുന്നത് പല ജില്ലകളിലായിരിക്കണം. അത് അങ്ങനെയൊന്നും അല്ലല്ലോ, വളർന്ന് ജനിച്ചിട്ട് ഒരു ജില്ലയിലേക്ക് വരികയാണല്ലോ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു ചേർന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഏറ്റെടുത്തതിൽ കേരളത്തിലെ മാത്രമല്ല ലോകം മുഴുവനുള്ള എല്ലാ മലയാളികളും ഒരുപോലെ സ്നേഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു. അത് വളരെ വളരെ അപൂർവമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ മാത്രമല്ല, ആ കുടുംബത്തിൽ നടക്കുന്ന ഓരോ മൂമെൻറ്റ്സും ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം തന്നെയാണത്. പലപ്പോഴും പല വീടുകളുടെ, ഇപ്പം എൻ്റെ വീടിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ പോലെ എനിക്ക് ഉപ്പുമുളകും പലപ്പോഴും കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എല്ലാവരും പറയുന്നത്, നമ്മുടെയൊക്കെ വീട് തന്നെയാണ് നമ്മളാ കാണുന്നത്.
അങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടാണോ ഉപ്പുമുളകും അത്രയധികം ജനഹൃദയത്തിലേക്ക് കയറിയെന്ന് ചേച്ചിക്ക് തോന്നുന്നു? അത് സത്യമാണ്. ഓരോ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം മാഷിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് മാഷ് പറഞ്ഞു, മാഷിന്റെ ഭാര്യയും പറഞ്ഞു അതുപോലെ തന്നെ. ഓരോ വീടുകളിൽ നടക്കുന്ന ഭാര്യയും ഭർത്താവും കുട്ടികളും തമ്മിൽ നടക്കുക, അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയച്ചനും അമ്മായിയമ്മയും ഒക്കെ മരുമക്കളും ഒക്കെ തമ്മിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഉപ്പുമുളക് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും പോസിറ്റീവിലേക്കാണ്, ഒന്നും നെഗറ്റീവിലേക്ക് അവിടെ വന്നിട്ടില്ല. ഇപ്പം നെഗറ്റീവിൽ നിന്ന് തുടങ്ങിയാലും അത് അവസാനിക്കുന്നത് പോസിറ്റീവ് വശത്തിലേക്കായിരിക്കും. ഇപ്പോൾ കുട്ടി സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങിയാലും അത് അവസാനിക്കുന്നത് ജനങ്ങൾക്ക് ഒരു പോസിറ്റീവ് സന്ദേശം കൊടുത്തുകൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോസിറ്റീവിലേക്ക് വന്നതുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം. ഇപ്പം കുഞ്ഞികൃഷ്ണൻ മാഷിൻ്റെ ഒരു നമ്മൾ ഭയങ്കര ജഡ്ജൊക്കെ കണ്ട് ഭയങ്കര സ്നേഹിച്ചിരുന്നപ്പോഴാണ് കൊറോണ പേപ്പേഴ്സിലൊരു വില്ലൻ ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ടൊക്കെ വന്നത്. ആ ഒരു ക്യാരക്ടർ എന്തായിരുന്നു, അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? അല്ല, നമ്മളിപ്പോൾ എല്ലാം ഈ വല്ലാതെ പിന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്ന റോൾ തന്നെ അഭിനയിക്കണം തീരുമാനിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. നമ്മളെ കൊണ്ട് അതും ചെയ്താൽ മാത്രമേ നമുക്ക് വ്യത്യസ്തമായ റോള് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പം അതുണ്ടാവണം. ഇപ്പോൾ കാസർഗോഡിൽ അതിനേക്കാളും മോശമാണ് അവസ്ഥ, മതോത്സവത്തിലും. അതെ, ഇപ്പം പ്രിയൻ സാർ വിളിച്ച കാര്യം പറഞ്ഞല്ലോ, പ്രിയൻ സാർ ഇങ്ങോട്ട് വിളിച്ചാണ് ആ ക്യാരക്ടർ തന്നത്. ശരിക്കും അങ്ങനെ ഒരു കോള് വന്നപ്പോ ചേട്ടന്റെ ഒരു റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ? ലഡു പൊട്ടി എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ്. പ്രിയദർശൻ സാറിനെ പോലെ ഒരാൾ വിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. ഏറ്റവും ആ ഒരു മൂവി ചെയ്തതിൽ അല്ലെങ്കിൽ പ്രിയൻ സാറുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഓർത്ത് നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? പ്രിയൻ സാറുമായിട്ടുള്ള ഒരു മെമ്മറി. അദ്ദേഹം പിന്നെ സിനിമ ലൊക്കേഷനിൽ പോയ സമയത്ത് തന്നെ ഞാൻ പേടിച്ചുകൊണ്ടാണ് പോയത് തന്നെ. പക്ഷെ അദ്ദേഹം എന്നെ വിളിച്ചടുത്തിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷോട്ട് എടുക്കാൻ അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചു, ഷോട്ട് റെഡി, ക്യാമറ റെഡി, ആക്ഷൻ എടുത്തു, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഫസ്റ്റ് ഷോട്ടിൽ ഓക്കെ പറയുന്നത്. ആദ്യത്തെ വെറുതെ പറയുന്നല്ല, ആദ്യത്തെ ഷോട്ട് തന്നെ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അത് വലിയൊരു സംഭവം. അത് മാത്രമേ ഇൻ്റർവ്യൂ സമയത്ത്, ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ വന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഇന്നസെൻ്റ് ആയിട്ടിനെ കൂടി ചെയ്യാൻ വേണ്ടി വെച്ച റോളാണ്, അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ടാണ് മാഷ വിളിച്ചത്. അതുകൊണ്ട് അത്രയും പറഞ്ഞില്ലേ. അതാണ് ഇന്നസെന്റ് ഏട്ടന് വെച്ചിരുന്ന ഒരു കഥാപാത്രം. അപ്പൊ അത് അങ്ങനെ ലക്കല്ലേ. ഇത് മാഷിക്ക് നല്ല കഴിവുണ്ട്, നല്ലൊരു നടനാണ്. അതിന് മാഷ് ഒരു കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. മാഷിന്റെ അടുത്ത് എല്ലാവർക്കും ഇപ്പൊ മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ഉള്ളിൽ അങ്ങനെ ഒരു മാഷിന്റെ റെസ്പെക്ട് ആണത്. മാഷ് എല്ലാരോടുള്ള ഒരു റെസ്പെക്ട്. മാഷ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ സിനിമയിലോട്ടൊക്കെ ട്രൈ ചെയ്തിരുന്നെങ്കിലോ. കാസർഗോഡായി പോയില്ലേ? അങ്ങനല്ല, കാസർഗോഡായി ചിലപ്പോൾ ഇതിങ്ങനെ ആവൂല. കുറെ സിനിമയിൽ കുറെ കുഞ്ഞു കുഞ്ഞു സിനിമയിൽ ചെയ്തിട്ട് വന്നതാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആരും അറിയപ്പെടാനൊന്നുമില്ല. ആ ഒരു കറക്റ്റാട്ടോ പറഞ്ഞ മാഷ്. നമ്മളൊക്കെ കുറെ ചെറിയ കഥാപാത്രങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും വേറെ വലിയ കഥാപാത്രം ചെയ്യാൻ അതിനാ സിനിമയിലൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഉപ്പുമുളക് എന്നുള്ള ഒരു ഇത് സംഭവം ചെയ്തപ്പോഴാണ് വിളിച്ചത്. ഒരിക്കലും ആരാണ് ഇടവേള ബാബുച്ചേട്ടൻ ഒരു ദിവസം പറഞ്ഞതാ. ഇടവേള ബാബുച്ചേട്ടൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ആ കുട്ടി അതിനകത്ത് എന്ത് നന്നായിട്ടാണ് അഭിനയിക്കണത്. ആ കുട്ടി നേരത്തെ ഉണ്ടായിരുന്നു, ആ കുട്ടി നേരത്തെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടീനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ചേച്ചിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റോൾസ് ചെയ്തിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു വിഷമം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ വന്നത് എന്നെ ആരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എൻ്റെ അവസ്ഥ അതായിരുന്നു ആ സമയത്ത്. അപ്പോൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് അന്ന് കിട്ടുന്ന വരുമാനത്തിലായിരുന്നു ശ്രദ്ധ മൊത്തം. കാരണം കുടുംബം ഉണ്ടായിരുന്നു, കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്നതിന് പുറകെ ആൾക്കാരോട് സംസാരിക്കാൻ പോകുന്നതിനേക്കാൾ അടുത്ത വർക്ക് വേണ്ടി പോകുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി പഞ്ചവത്സര പദ്ധതി. തകർക്കട്ടെ. 26-ന് തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ മൂവി കാണണം. താങ്ക് യു.